12:45 ഖുത്ബ തുടങ്ങാൻ ആളുകൾക്കറിയാം. അപ്പോ ആളുകളുടെ അരികിൽ വാച്ച് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, സമയം അറിയാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോ ഇന്ന് അങ്ങനെ ഒരു ബാങ്ക് കൊടുത്താൽ മാത്രം ആളുകൾ പള്ളിയിലെത്തുന്ന ഒരവസ്ഥയില്ല. അങ്ങനെയാണെങ്കിൽ വൈലം തൂജദ ഹാജ ഇലൈഹി ഫലാ യകൂനു മുസ്തഹബ്ബൻ, അങ്ങനെ ആവശ്യമില്ലെങ്കിൽ അത് മുസ്തഹബ് പോലും അല്ല, അത് സുന്നത്തല്ല, മുസ്തഹബ് പോലും അല്ല. കാരണം അള്ളാന്റെ റസൂലിന്റെ കാലത്ത് എന്താണ് ഉള്ളത്, അതിൽ ചുരുക്കലാണ് ഏറ്റവും ഉത്തമം. ആരാ പറയുന്നത്? ഇയാനത്തു താലിബീൻ. ഇനിയോ വീണ്ടും നോക്കൂ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്വൽ മുഈൻ വിശദീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ആരാ പറയുന്നത്? ഇയാനത്തു താലിബീൻ. ആ ഇയാനത്തു താലിബീനിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ബാങ്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ബാങ്ക്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ബാങ്ക്, അതാണ് ഉള്ളത്. അതിലധികം കൊടുക്കണമെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിലേ കൊടുക്കേണ്ടതുള്ളൂ, ആവശ്യമില്ലെങ്കിൽ കൊടുക്കേണ്ടതില്ല. ഇനിയോ വീണ്ടും നോക്കൂ, അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഫലം യുസർരിഹു അഹദും വല്ലദീ യുസർരിഹു ബിഹി കലാമുഹും. ഈ പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് എന്താണ്? അന്നഹാ ലാ യുസന്നു ലഹാ, അങ്ങനെ ഒരു ബാങ്ക് സുന്നത്തില്ല എന്നാണ്. ഇല്ലാതാനും വാഹിദ്, ആ ജുമയ്ക്ക് ഒരു ബാങ്ക് അല്ലാതെ സുന്നത്തില്ല എന്നാണ്. വഹുവ, അത് എപ്പോഴാ? അല്ലദീന്ദ തുലൂഇൽ ഖതീബിൽ മിമ്പറ, ഇമാം മിമ്പറിൽ കയറുമ്പോഴാണ്. വഅമ്മസാനി, എന്നാൽ രണ്ടാമത്തെ ബാങ്ക് ഫലം യുസർരിഹു അഹദും ബിസുന്നിയതിഹി, അത് സുന്നത്താണ്, സുന്നികൾ ചെയ്യേണ്ട ഏർപ്പാടാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. സുന്നത്ത് അംഗീകരിക്കുന്നവരാണല്ലോ സുന്നികളാവേണ്ടവർ, അങ്ങനെ സുന്നത്ത് അംഗീകരിക്കുന്നവർ ചെയ്യേണ്ടതാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫത്ഹുൽ മുഈനിന്റെ വിശദീകരണമായ ഇയാനത്തു താലിബീൻ. അതേപോലെ തന്നെ ശർവാനിയിലും തുഹ്ഫയിലും ഒക്കെ ഇതേ കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. തുഹ്ഫയിൽ എന്താ പറഞ്ഞത്? വഅമ്മല്ലദാനുല്ലദീ ഖബ്ലഹു അലൽ മനാറ, ഈ ഒന്നാമത്തെ ബാങ്ക് അഥവാ ഇമാമ് മിമ്പറിൽ കയറിയാൽ കൊടുക്കുന്നതിന് മുമ്പായി പള്ളികളിൽ വെച്ച് കൊടുക്കുന്ന ബാങ്കുണ്ടല്ലോ, ഫഹദസഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഉണ്ടായത്. വഖീല മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണെന്നും പറയുന്നുണ്ട്. എപ്പോൾ ലമ്മാ കസറന്നാസു, ജനങ്ങൾ അധികരിച്ചപ്പോ, വമൻ സമ്മ, ആരാകട്ടെ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് എന്താണോ ഉള്ളത് അതിൽ ചുരുക്കലാണ് ഉത്തമം എന്ന് തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു. അതേപോലെ ശർവാനി അത് ന്യായീകരിക്കുന്നു. ഇവരൊക്കെ പറഞ്ഞതാണ്. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? തല അല്ലുമ്മിൽ അദ്ദേഹം രേഖപ്പെടുത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നവരുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നവരുണ്ട്. രണ്ടായാലും ശരി, ഫൽഅംറുല്ലദീ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താണ് ഉണ്ടായിരുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ആര് വിശദീകരിക്കുന്നു? ഇമാം ഷാഫി വിശദീകരിക്കുന്നു. ഇമാം ഷാഫിക്ക് ഇഷ്ടം അതാണ്, സൈനുദ്ദീൻ മഖ്ദൂമിന് ഇഷ്ടതാണ്, ഇബ്നു ഹജറിന് ഇഷ്ടതാണ്, ശർവാനിക്ക് ഇഷ്ടതാണ്. അതേപോലെ എല്ലാ പണ്ഡിതന്മാർക്കും, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർക്കൊക്കെ ഇഷ്ടതാണ്. അതന്നെ മുജാഹിദീങ്ങൾക്കും ഇഷ്ടം. അപ്പൊ മുജാഹിദീങ്ങൾ സ്വഹാബികൾ അംഗീകരിക്കാത്തവരാണ്. ആ ബാങ്ക് ഇമാം ഷാഫിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ, സൈനുദ്ദീൻ മഖ്ദൂമിന് ഇഷ്ടമാണെന്ന് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ, ഇയാനത്തു താലിബീനിൽ സുന്നത്താണെന്ന് പറഞ്ഞ, തുഹ്ഫയിൽ വിശദീകരിച്ച, ശർവാനിയിൽ വിശദീകരിച്ച, ഇവരൊക്കെ അംഗീകരിച്ച ബാങ്ക് ഒരു ബാങ്ക്, അത് മുജാഹിദികൾ കൊടുക്കുമ്പോ എങ്ങനെ മുജാഹിദികൾ മാത്രം സഹാബികൾ അംഗീകരിക്കാത്തവരാകും? നമ്മൾ ആലോചിക്കണ്ടേ? കേറി പ്രസംഗിക്കാൻ വേഗം കഴിയും. മുജാഹിദീങ്ങളെ കണ്ട് ചീത്ത പറയാനും മുജാഹിദീങ്ങൾക്കെതിരെ ആക്ഷേപം പറയാനൊക്കെ വളരെ എളുപ്പാ. പക്ഷേ അത് ആർക്കൊക്കെ എതിരെ പോയി കൊള്ളുമെന്ന് കിതാബോധിയ പണ്ഡിതന്മാരോടൊന്ന് ചോദിച്ചു നോക്കാം. പ്രസംഗം കേൾക്കണ കൂട്ടത്തിലുണ്ടാവുമല്ലോ, കിതാബൊക്കെ ഓതി പഠിച്ച, ഫത്ഹുൽ മുഈൻ ഓതിയ, തുഹ്ഫ ഓതിയ, അതേപോലെ ശർവാനിയൊക്കെ വീട്ടിൽ സൂക്ഷിച്ച പണ്ഡിതന്മാരുണ്ടാവൂലേ? 25 കൊല്ലം മുജാഹിദായിട്ട് ഞാനിതൊക്കെ പഠിച്ചിട്ടാ മാറിയത് എന്ന് പറഞ്ഞിട്ട് ഒരാളിത് പറയുമ്പോ, പഠിച്ച തമ്പുരാന് ഇവന് മുജാഹിദും തിരിഞ്ഞിട്ടില്ല, സുന്നിയും തിരിഞ്ഞിട്ടില്ല എന്ന് ആളുകൾ മനസ്സിലാക്കൂലേ?
25 കൊല്ലം മുജാഹിദിൽ നിന്നിട്ട് ഒന്നും മനസ്സിലാകാത്തവന് പിന്നെ സുന്നിയായിട്ട് എന്ത് മനസ്സിലാണ്? ആലോചിച്ച് നോക്കൂ നിങ്ങള്. കാരണം മനസ്സിലാക്കാൻ ഏറ്റവും ലളിതവും ഏറ്റവും പ്രാമാണികവുമായ കാര്യമാണ് ഖുർആനും സുന്നത്തും. അതാ മുജാഹിദികളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാകാതെയാണ് സുന്നിയിലേക്ക് പോയത്. അത് പിന്നെ എങ്ങനെ മനസ്സിലാകാനാണ്? ആലോചിച്ചു നോക്കണം. 2 ബാങ്കിന്റെ വിഷയത്തിൽ മുജാഹിദികളോടൊപ്പമാണ് സുന്നത്ത്, മുജാഹിദികളോടൊപ്പമാണ് ജമാഅത്ത്, മുജാഹിദികളോടൊപ്പമാണ് ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാര്. ഇനി മുജാഹിദികളെ സഹാബികളെ തള്ളി എന്താ തെളിവ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബിയാണല്ലോ. ആ സഹാബി തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. എന്നാ മുജാഹിദികളോ അത് 11 ആക്കി കളഞ്ഞു. സഹാബിയെ തള്ളി. പരിശോധിക്കണം, തെളിവുകൾ വെച്ച് പരിശോധിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് 23 റക്അത്ത് നിസ്കരിച്ചോ അതല്ല 11 റക്അത്ത് നിസ്കരിച്ചോ പരിശോധിക്കാം. അതിനു മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു എവിടുന്നായി നിസ്കാരം പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിസ്കരിച്ചു? 11 റക്അത്ത്. ഇമാം ബുഖാരി കിതാബ് സലാത്ത് തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിന്റെ അധ്യായം എന്ന് പറയുന്ന അധ്യായത്തിൽ എണ്ണം പറയുന്ന ഒരൊറ്റ ഹദീസ് മാത്രമേ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളൂ. അത് 11ന്റെ ഹദീസാണ്. കിതാബ് സലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിന്റെ അധ്യായം എന്ന് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി എണ്ണം പറയുന്ന ഒരൊറ്റ ഹദീസ് മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. അത് 11ആണ്. സഹീഹ് ഇബ്നു ഹിബ്ബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എന്ന അധ്യായത്തിൽ 11ന്റെ ഹദീസ് ഉദ്ധരിക്കുന്നു. ഇമാം ബൈഹഖി തന്റെ സുനനുൽ കുബ്രയിൽ 11ആണ് റസൂൽ നിസ്കരിച്ചതെന്ന് ഉദ്ധരിക്കുന്നു. ഇങ്ങനെ എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എത്രയാ നിസ്കരിച്ചത്? തർക്കമുണ്ട് ആളുകൾക്കിടയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്ത കാലത്തും നിസ്കരിച്ചത് 11ആണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര നിസ്കരിച്ചു? തർക്കമുണ്ട്. മുജാഹിദുകൾ തർക്കമില്ലാത്ത ഇവിടെ പറഞ്ഞ നിർവചനം സുന്നത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരം സ്വീകരിക്കുന്നു. പിന്നെന്താ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് സ്വീകരിക്കാത്തത്? അതിൽ തർക്കമുണ്ട്. ആ തർക്കത്തിൽ പണ്ഡിതന്മാർ ഇടപെട്ടിട്ടുണ്ട്. ഏത് പണ്ഡിതന്മാർ? ഇബ്നു തൈമിയ്യയോ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബോ ഇനിയല്ലെങ്കിൽ ഇങ്ങ് ഉമർ മൗലവിയോ അല്ല. ശാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി രേഖപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ എണ്ണം പറയുന്നില്ല. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു, ലം യഖഅ ഫീ ഹാദിഹി റിഫായ അദദ റകഅത്ത് അല്ലതി കാന യുസല്ലി ബിഹാ ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എത്ര റകഅത്താ നിസ്കരിച്ചത് എന്ന് ഈ ഹദീസിൽ വന്നിട്ടില്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എത്ര റകഅത്ത് നിസ്കരിച്ചു എന്ന് ഈ ഹദീസിൽ വന്നിട്ടില്ല. വഖദ് ഇഖ്തലഫ ഫീ ദാലിക, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫിൽ മുവത്തഇ, ഇമാം മാലിക്കിന്റെ മുവത്തയിലുണ്ട്, അൻ മുഹമ്മദ് ഇബ്നു യൂസുഫ് അൻ സാഹിബ് ഇബ്നു യസീദ് അന്നഹാ 11 റകഅ, 11 റകഅത്താണെന്നുണ്ട്. അതേപോലെ സയ്യിദ് ഇബ്നു മൻസൂറിന്റെ സുനനിൽ 11 ആണെന്നുണ്ട്. വേറെ ചില ഹദീസുകളിൽ 13 ആണെന്നുണ്ട്, 21 ആണെന്നുണ്ട്, 23 ആണെന്നുണ്ട്, 36 ആണെന്നുണ്ട്. എന്നിങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും എടുത്തു പറഞ്ഞതിന് ശേഷം ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു, വൽ അദദുൽ അവ്വലു മുവാഫിഖുൻ ലി ഹദീസി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിനോട് യോജിക്കുന്നത് ഇതിൽ ഒന്നാമത് പറഞ്ഞ എണ്ണമാണ്. 2 വാദമാണ് ഇവിടെ തകരുന്നത്. ഒന്ന്, 11 റകഅത്താണ് തറാവീഹ് എന്ന മുജാഹിദികളുടെ വാദത്തിനെതിരായി 23 റകഅത്ത് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു എന്ന വാദം തകരുന്നു. രണ്ടാമത്തേത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ നിസ്കാരം ഏതാണ്? അത് വിത്റാണ്. ചിലര് പറയും, എന്താ പിന്നെ റമളാനിലും അല്ലാത്ത കാലത്തും എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞൂടെ വിത്റാണ്, തറാവീഹ് അല്ല. ആണോ? പണ്ഡിതന്മാർ അങ്ങനെയാ മനസ്സിലാക്കിയതല്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ച നിസ്കാരം തറാവീഹ്, ഒരാൾക്കും തർക്കമില്ല. അത് വേറെ നിസ്കാരം, വിത്ർ വേറെ നിസ്കാരാണെങ്കിൽ അതിന്റെ റകഅത്തുകളുടെ എണ്ണം പറയാൻ വിത്ർ എന്ന് പറയുന്ന 11 റകഅത്ത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തെളിവ് ധരിക്കുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ച തറാവീഹ്
റസൂൽ നിസ്കരിച്ച 11 വിത്ർ, രണ്ടും 2 നിസ്കാരമാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ച നിസ്കാരത്തിന്റെ എണ്ണം എത്ര? 11. അതിനെന്താ തെളിവ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്.